ഇന്ന് ഏറെ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹത്തെക്കുറിച്ചിട്ട്, അതായത് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത്ര നാളും നടക്കാതിരിക്കുന്ന ആ ഒരു വിവാഹത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നടക്കുന്ന വിവാഹാലോചനകളായിക്കോട്ടെ, നടക്കാത്ത സാഹചര്യങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് അവരത് വേണ്ട എന്ന് പറയുന്നത്, എന്താണ് നിങ്ങളെ മാനസികമായിട്ട് ഇങ്ങനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പലരുടെയും പല വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളും വേദനിച്ചിരിക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം നമുക്ക് 3 കാർഡ്സ് എടുക്കാം. അതിൽ നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്ന കാർഡ് ഏതാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിവാഹം ഉടനെ തന്നെ നടക്കാൻ പോകുന്നുണ്ടോ, അതിലെ തടസ്സങ്ങളൊക്കെ മാറിയോ, ഏതെങ്കിലും വ്യക്തികൾ കാരണം കൊണ്ടാണോ നടക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ നടക്കാതിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല, പക്ഷേ കണക്റ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യണം. 3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതിൽ പറയുന്നത് പുതിയ തുടക്കങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങളിലെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഐശ്വര്യം, ഭാഗ്യം, നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഏറെ നാളായിട്ട് വിചാരിച്ചിട്ടിരുന്ന വിവാഹമായിക്കോട്ടെ, വിവാഹത്തിലേക്കുള്ള തുടക്കമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പിരിഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ തന്നെ ആ ഒരു വിവാഹ ജീവിതം നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ഭാഗ്യം, ഒരു ഐശ്വര്യം, ഒരു പുതിയ തുടക്കം, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഒരുപാട് നാളായി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ലൈഫിലേക്ക്. അത് വേണം, ഇത് വേണം, അങ്ങനെ ചെയ്യണം, നല്ല സാമ്പത്തികം വരണം, നല്ല ലൈഫ് സ്റ്റൈൽ വരണം, നല്ല തുടക്കങ്ങൾ കിട്ടണം, ഒന്നൊരു മിറാക്കിൾ സംഭവിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങാൻ പോകുന്ന ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എനർജിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളായിട്ട് ഇത് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസാണ് കൂടുതൽ വരുന്നത്. സോഴ്സ്, അതായത് പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ല, ശ്രദ്ധിക്കണം, ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ല നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം മുതൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് നൽകുകയാണ്. നിങ്ങളൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പുരോഗതി, നിങ്ങളുടെ മൈൻഡിൽ റിഫ്രഷ്മെൻറ്റ് നൽകുകയാണ്. നിങ്ങൾക്ക് ആര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു, നിങ്ങളെ വെറും ഒരു കറിവേപ്പിലയ്ക്ക് തത്തുല്യമായിട്ട് പറയുന്നതിൽ വിഷമം വിചാരിക്കരുത്. അത്രയും ഡെപ്തിൽ നിങ്ങൾ അത്രയും ഡെപ്തിൽ നിങ്ങൾ വിഷമിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം മറികടക്കാൻ പറ്റുന്ന നല്ലൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പേരുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ, സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സഹായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന നെഗറ്റിവിറ്റികൾ, അല്ലെങ്കിൽ അവർക്ക് വന്നേക്കുന്ന ബാധ്യതകൾ നിങ്ങളോട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു മാനസിക വിഷമം അല്ലേ, അതാർക്കായാലും ഉണ്ടാകുന്നൊരു മാനസിക വിഷമം കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിജീവിച്ച് വന്നിട്ടുണ്ട്. സോ ആ വിഷമങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ പോയി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ എത്തണമെന്ന് വിചാരിച്ചപ്പോഴുള്ള ആ ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. നിങ്ങൾ തുടർന്നും ആ ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ, നല്ല രീതിയിലുള്ള വിശ്വാസം, അടിയുറച്ച് വിശ്വസിച്ച് മുന്നിലേക്ക് പോയിക്കോളൂ. നിങ്ങളുടെ ലൈഫ് മറിയാൻ പോകുന്നൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ലൈഫ് വരാൻ പോകുന്ന നല്ലൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം, ആ ഒരു സപ്പോർട്ട്, എല്ലാവരും നിങ്ങളെ കണ്ട് അസൂയപ്പെടുന്ന രീതിയിൽ നിങ്ങൾ വളരട്ടെ. എന്നിരുന്നാലാണ് നിങ്ങൾക്ക് പലരോടും മറുപടി കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചവരൊന്നും ഒരു വട്ടം പോലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഒരു ബാധ്യത ഏറ്റെടുക്കുന്ന മട്ടിൽ അത് ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് അതിനൊരു മധുര പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് അത് അവർക്ക് അവർ ചിന്തിച്ചതിനേക്കാളും അപ്പുറത്തായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ മാറി പുതിയൊരു സൗഭാഗ്യം വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാർഡ് നോക്കാം. നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നമുക്ക് രണ്ടാമത്തെ കാർഡ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മത്സരം, ഒരു കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ലൈഫിൽ നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനൊക്കെ മറികടന്നിട്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു
വിന്നറാവാൻ പോവുകയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാര്യവും ഇതുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ 5 വേർഡ്സിൽ പറയുന്നത് നിങ്ങൾ എന്തായാലും റിയൽ ലൈഫിലേക്ക് വരും, നിങ്ങൾ സക്സസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സരം, അതായത് ഒരു ലൈഫിൽ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒട്ടും പോരാ എന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊക്കെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ഇല്ല എന്നുള്ളൊരു പോരായ്മ വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ കുറച്ച് പ്രശ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ മറയാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വിവാഹം നടക്കാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മത്സരങ്ങളാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ തന്നെ പാരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ആയിക്കോട്ടെ, മത്സരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമെടുക്കാൻ വൈകുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വിവാഹം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. ഒരു പ്രപ്പോസൽ വരുന്ന സമയത്ത് 100 അഭിപ്രായങ്ങളുടെ നടുക്ക് നിങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, പാരൻസിനുള്ള അഭിപ്രായം ആവില്ല നിങ്ങൾക്കുള്ള അഭിപ്രായം, നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം ആവില്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കസിൻസിനും അതിലുള്ള മുതിർന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ജീവിക്കാൻ പോകുന്നത് നിങ്ങളാണ്. നിങ്ങൾ നോക്കേണ്ടത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും, നിങ്ങളെ അഫോർഡ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടോ, അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളും എന്നുള്ളതാണ്. സാമ്പത്തികം എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ എന്തായാലും സാമ്പത്തികം വേണം, അതിന് മുൻഗണന നമ്മൾ കൊടുക്കണം ലൈഫിൽ കേട്ടോ. സാമ്പത്തികം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും വിവാഹം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ ശരിയായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക. നല്ല രീതിയിലുള്ള മത്സരങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് കിട്ടിയാലോ എന്നുള്ളൊരു കാരണം കൊണ്ട് പലരും അഭിപ്രായം പറഞ്ഞു കൊള്ളാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ അഭിപ്രായമാണ് ആദ്യം അവിടെ തുറന്ന് പറയേണ്ടത്. നിങ്ങൾ തുറന്ന് പറയുക, നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ മുന്നിലേക്ക് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഒരു വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു കോമ്പറ്റീഷൻ ജയിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. നമുക്ക് അടുത്ത കാർഡ് നോക്കാം. 3ാമത്തെ കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ നിങ്ങൾ നല്ല രീതിയിൽ ആശയക്കുഴപ്പം, ചിന്തകളൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. എന്ത് വേണം, ഭയങ്കര നിരാശ, ജീവിതത്തിൽ എപ്പോഴും ഒരു മടുപ്പ്, കാര്യങ്ങളൊക്കെ ഇനി എന്താ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഹാപ്പിനെസ്സും ഇല്ലാതെ നിങ്ങളിങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ നല്ല രീതിയിലൊരു തീരുമാനങ്ങൾ, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് മിസ്സായ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ എന്താ പറയുക, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ, പരസ്പരം നോക്കാതെ, ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് മിസ്സായി പോയിരിക്കുന്ന പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്നും കൂടി മൈൻഡ് അലേർട്ടായിരുന്നാൽ മാത്രം മതി കേട്ടോ. അവസരങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഈ ഒരു കപ്പ് നമുക്ക് ലൈഫിലേക്ക് വരുന്ന കണ്ടില്ലേ, അതുപോലെ നല്ലൊരു അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾ നല്ല രീതിയിൽ അലേർട്ടായിട്ടിരിക്കുക, നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് എന്നെ ചുറ്റുപറ്റി നടക്കുന്നത് എന്നുള്ളത്. മറ്റുള്ളവർ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പലതരത്തിലുള്ള മത്സരങ്ങളും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് പറയും. നിങ്ങളെ ഭയങ്കര ഡൗൺ ആക്കാനായിട്ട് അവർ ഭയങ്കര ഇൻഡെപ്തായിട്ട് സംസാരിക്കും, നെഗറ്റീവ്. അപ്പോൾ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിന് എങ്ങനെ ബെറ്റർ ചെയ്യാം. നല്ലൊരു ബന്ധമാണ് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങളെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബന്ധമാണ് വരുന്നതെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബന്ധമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുത്തോളൂ, മുന്നിലേക്ക് പൊക്കോളൂ. ഫൈനാൻഷ്യലായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, നിങ്ങൾ ഇത്ര നാൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്ന ഒരു ലൈഫ്, നല്ലൊരു ആഹാരം കഴിക്കണം, നല്ലൊന്ന് പുറത്തു പോകണം, മറ്റുള്ളൊരു കൂട്ടത്തിൽ പോകുമ്പോൾ നിങ്ങൾ നേരിട്ടൊരു അവഗണനകൾ, കാര്യങ്ങൾ ഇതെല്ലാം മാറി മറിഞ്ഞ് നല്ലൊരു ഡ്രസ്സ് ഇടണം, നല്ലൊരു വാച്ച് കെട്ടണം, നല്ലൊരു ചെരുപ്പ് ഇടണം, ഇന്ന രീതിയിലൊരു ഫുഡ് കഴിക്കണം, ഇന്ന ബസ്സിൽ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഇന്നൊരു വാഹനത്തിൽ യാത്ര ചെയ്യണം എന്നൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം യാഥാർത്ഥ്യമാവാനായിട്ട് നിങ്ങളുടെ തീരുമാനമാണ് ഏറ്റവും വലുത്. നിങ്ങൾ ഉറച്ചൊരു തീരുമാനം എടുക്കുക. ആശയക്കുഴപ്പത്തിലേക്ക് നിങ്ങൾ പോകരുത്. തീരുമാനം വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കുക. അത് നടപ്പിലാക്കാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. വരുന്ന ആലോചനകൾ, വരുന്ന പ്രപ്പോസലുകൾ നിങ്ങൾ ശരിയായ രീതിയിൽ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു തീരുമാനം പറയുക. അതോടുകൂടിയിട്ട് നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വരുന്ന ഒരു പ്രപ്പോസൽ നല്ല രീതിയിൽ യെസ് ഇത് മതി എന്നൊരു തീരുമാനം നിങ്ങളെടുത്താൽ നടക്കും.
അവരെടുക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ, അവരാലോചിക്കട്ടെ, അവർ നടക്കാനേ പോകുന്നില്ല കേട്ടോ. അപ്പോൾ സക്സസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു വാക്കാണ് അവിടെ വേണ്ടത്. ആ ഒരു എനർജി നല്ല പോസിറ്റീവായിട്ട് തന്നെ ലൈഫിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു കാർഡ്, അതായത് നമ്മുടെ പുതിയൊരു ബിഗിനിങ് ആയിക്കോട്ടെ, നല്ലൊരു തുടക്കം, നല്ലൊരു സക്സസ്, ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ മാറി നിങ്ങളുടെ ലൈഫിൽ നല്ല പുതിയൊരു തുടക്കങ്ങൾ വരട്ടെ, പുതിയൊരു നല്ലൊരു ജീവിതം കിട്ടട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് കിട്ടട്ടെ. അപ്പോൾ ഇതെല്ലാവർക്കും കണക്റ്റ് ആവട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങളിലേക്ക് വരട്ടെ, നല്ല പോസിറ്റീവായുള്ള എനർജി എല്ലാവർക്കും കിട്ടട്ടെ. നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.